വീഡിയോയിലേക്ക് സ്വാഗതം. ഞങ്ങൾ വെൽക്കം ചെയ്യാൻ വേണ്ടിട്ട് ബൊക്കെല്ലാം പിടിച്ചിട്ട് നിൽക്കുന്നുണ്ടേ. അപ്പൊ ഇന്നൊരു ഈവനിങ് വ്ളോഗാണ്. അപ്പൊ ഞാൻ ഫുള്ളായിട്ട് ഇങ്ങനെ ടയേർഡായിട്ട് വയ്യാണ്ടിലിരിക്കുന്നുണ്ടായത്. അപ്പൊ ഞാൻ വിചാരിച്ചു ഏതായാലും നിച്ചുട്ടി വരുമ്പോ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണം. അപ്പൊ നമുക്കൊരു ഈവനിങ് വ്ളോഗ് എടുക്കാം. ഞാൻ കുറച്ചും കൂടി ഉഷാറാവുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഒരു ഈവനിങ് വ്ളോഗ് നമ്മൾ കുറെ ആയി തോന്നുന്നു ഒരു ഈവനിങ് വ്ളോഗ് ചെയ്തിട്ട്. അപ്പൊ നമുക്ക് വൈകുന്നേരത്തെ കലാപരിപാടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിച്ചുട്ടിക്ക് ഇഷ്ടപ്പെട്ട സാധനമാണ് കോളിഫ്ലവർ ബജ്ജി. അപ്പൊ അത് നമ്മൾ പുറത്തെല്ലാം പോയി കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഫെസ്റ്റിനോ അല്ലെങ്കിൽ ഉത്സവത്തിനെല്ലാം പോയി കഴിഞ്ഞാൽ നിച്ചുട്ടി എപ്പോഴും കോളിഫ്ലവർ വേണം എന്നാ പറയാ. അപ്പൊ ഇന്ന് ഏതായാലും ഒരു കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു നിച്ചു വരുമ്പോഴേക്ക് കോളിഫ്ലവർ ഫ്രൈ ആക്കി വെക്കാന്ന് വിചാരിച്ചു. എല്ലാ സ്ഥലത്തും കാലാവസ്ഥയിൽ എന്തുണ്ട്, നമുക്ക് ഇവിടെ 2-3 ദിവസം ഭയങ്കര തണുപ്പായിരുന്നു. രാവിലെ എണീക്കുമ്പോഴെല്ലാം നല്ല തണുപ്പുണ്ടായിരുന്നു. പുലർച്ചയാകുമ്പോഴേക്കും ഒരു പ്രത്യേക തണുപ്പ് വരും. പകലെല്ലാം ചൂട് തന്നെയാണ്, അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷെ ഇപ്പം കുറഞ്ഞു. ഇപ്പൊ 2 ദിവസമായിട്ട് വലിയ തണുപ്പൊന്നുമില്ല, തണുപ്പെല്ലാം കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇവിടുത്തെ അവസ്ഥ. ഇപ്പോൾ പകലെല്ലാം നല്ല ചൂടുമുണ്ട്. പിള്ളേർക്കെല്ലാം വീണ്ടും പനിയെല്ലാം ആയ സീസണായി തോന്നുന്നു. ടീച്ചറിൽ അംഗൻവാടി എന്ന് പറയുന്നുണ്ട്. പിള്ളേരെല്ലാം കുറച്ച് നാൾ ഒരു 2-3 മാസത്തോളം കണ്ടിന്യൂസ് ആയിട്ട് വന്നതാണ്. ഇപ്പം ഇതാ വീണ്ടും പനിയും ഓരോരാൾക്ക് ജലദോഷവും എല്ലാം ആയിട്ട് ലീവ് ആവാൻ തുടങ്ങി. കോളിഫ്ലവറെല്ലാം ഇതാ ഞാൻ കുഞ്ഞു പീസസ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് സോട്ട് ചെയ്തെടുക്കണമല്ലോ ഇത് ഉപ്പെല്ലാം ഇട്ടിട്ട്. അപ്പം അതിന് വേണ്ടി വെള്ളം വെക്കട്ടെ. 5-ാം മാസത്തിലെ വിശേഷങ്ങൾ എല്ലാവരും ചോദിക്കുന്നുണ്ട്. അനോമലി സ്കാനിങ് കഴിഞ്ഞ് നമ്മൾ എപ്പോൾ പോയത് 3 ദിവസം മുന്നേ പോയിട്ട് സ്കാൻ ചെയ്തു. ഡോക്ടറെ കാണിക്കേണ്ട ദിവസമായിരുന്നു. അപ്പം അന്നേ ഡോക്ടർ സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. 20 വീക്സിലാണല്ലോ ചെയ്യുക. അത് ചെയ്തു. അതെല്ലാം നോർമലാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പം സ്കാനിങ് ഡേന്റെ വ്ളോഗൊന്നും ചെയ്തിട്ടില്ല. കാര്യമായിട്ട് ഒന്നുമില്ല. നമ്മൾ ഹോസ്പിറ്റലിൽ പോന്ന് അവിടെ കുറെ നേരം വെയിറ്റ് ചെയ്ത് സ്കാൻ ചെയ്ത് വന്നു. ഉച്ച 1-1:45 നമുക്ക് തിരിച്ചെത്തിന്. അപ്പൊ ആ ദിവസം അങ്ങനെ പോയി. അതുകൊണ്ട് സ്കാനിങ് ഡേ ഒന്നും നമ്മൾ വ്ളോഗായിട്ട് ചെയ്തിട്ടില്ല. എന്നാലും കുറെ പേര് ചോദിച്ചിട്ടുണ്ടായിനി അനോമലി സ്കാൻ കഴിഞ്ഞോ എന്നുള്ളത്. കഴിഞ്ഞോട്ടാ. നമ്മുടെ വീടിന്റെ അപ്പുറത്തെ സൈഡിലായിട്ട് 2 പുതിയ വീട് വരുന്നുണ്ട് കേട്ടോ. അപ്പൊ 2 സ്ഥലത്തും തകൃതിയായിട്ട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഭയങ്കര സൗണ്ടാണ് കേട്ടോ. അവര് എന്തെങ്കിലും പണി ടൈൽസിന്റെ മുറിക്കുന്ന സൗണ്ടും പണിയെടുക്കുന്ന 2 സൈഡിൽ നിന്നുള്ള നല്ല സൗണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് എനിക്കിപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ലേ ഇല്ല, എപ്പോഴും ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട്. അപ്പോൾ ഇടക്കിടക്ക് നിങ്ങൾ അതിന്റെ സൗണ്ട് കേൾക്കുന്നുണ്ടാവുമായിരിക്കും ബാക്ക്ഗ്രൗണ്ടിൽ. അപ്പോൾ എന്തായാലും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണമല്ലോ കുറച്ച് നമുക്ക് അതിന്റെ ഒരു കോട്ടിങ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ പുറത്തിരുന്നിട്ട് നന്നാക്കുകയാണ്. അപ്പോൾ വെള്ളം നല്ലോണം തിളച്ചിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മുടെ കോളിഫ്ലവർ കട്ട് ചെയ്ത് വെച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് 2 മിനിറ്റ് ഇതിനകത്ത് കിടന്ന് തിളക്കട്ടെ. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക ആവശ്യത്തിനായിട്ടുള്ള. തിളച്ച വെള്ളത്തിലിട്ടിട്ട് ഇതാ മാറ്റി വെച്ചിട്ടുണ്ട് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇനി ബാറ്റർ തയ്യാറാക്കാം നമുക്ക്. 3 മണിയായി. 3:30 നമുക്ക് നിച്ചൂട്ടി എത്തും. അപ്പോഴേക്ക് നമുക്ക് എല്ലാം സെറ്റ് ആക്കണം. അവള് വന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു കുറച്ച് നേരത്തേക്ക് ഫുൾ എൻഗേജ്ഡ് ആയിരിക്കും. വർത്താനം പറയലും കുറച്ച് ഇന്നത്തെ വിശേഷം പറയലും അല്ല. അപ്പോൾ വരുമ്പോഴേക്ക് തന്നെ ആയി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല. അപ്പം ഞാൻ എന്താ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. നേരത്തെ ഞാൻ റെഡിയാക്കിയത്. പിന്നെ കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുത്തു. എരിവ് കുറച്ചേ വേണ്ടു, നിച്ചുട്ടി കഴിക്കാനല്ലേ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി. പണ്ട് മാളു അല്ലേ ഏട്ടാ പറയല് എപ്പം മല്ലിപ്പൊടി അല്ലേ? പണ്ട് മാളു ചെറിയ കുഞ്ഞാവി ഉണ്ടാവുമ്പോ നീച്ചു മാളു ചായ എങ്ങനെ ആക്കല് പറ, ഒരു പാത്രം എടുക്കുക എന്നിട്ട് കുറച്ച് മല്ലിപ്പൊടി ഇടുക. എന്ത് പറയുമ്പോ മാളുവിന് മല്ലിപ്പൊടി ഉണ്ടായത്. പിന്നെ കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട്. അങ്ങനെ കോൺഫ്ലോർ, കുറച്ച് കോൺഫ്ലോറും അതുപോലെ കുറച്ച് അരിപ്പൊടി. പിന്നെ ഇതിന് ഞാൻ ഇപ്പം ടൊമാറ്റോ സോസാണ് എടുത്തിട്ടുള്ളത്. ടൊമാറ്റോ സോസും സോയാ സോസും കൂടെ വേണം ശരിക്കും. സോയാ സോസ് ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല കേട്ടോ. അതിനെ കൊണ്ട് ഈ ഫ്രൈഡ് റൈസും അങ്ങനെയെല്ലാം ആക്കുമ്പോൾ അല്ലേ കുറച്ച് കൂടുതൽ ഉപയോഗം ഉണ്ടാവുക. അത് ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ല. മേടിച്ചാൽ വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ട് മേടിച്ച് വെക്കലില്ല. കുറച്ച് ടൊമാറ്റോ സോസ്. നമ്മൾ ഇത് വേവിക്കുമ്പോൾ കുറച്ച് ഉപ്പ് ഇതിനകത്തേക്ക് ഇട്ടിട്ടുണ്ടായിനെ. ഈ മസാലക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കുറച്ച് മസാലേൻ്റെ അകത്തേക്ക് കൂടി ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനി ഒരു 1/2 ലെമൺ
പിഴിഞ്ഞൊഴിക്കുന്നുണ്ടേ. പിഴിയാൻ കഴിഞ്ഞല്ലോ കേട്ടോ. ഇതൊന്നും ചെയ്യാത്ത എന്റെ അമ്മേ. ലെമൺ പിഴിയുന്ന മെഷീനിൽ അടിയും ഉണ്ട്. അത് പരതാൻ പഠിച്ചിട്ട് എപ്പോഴും എടുക്കൂല. മതിയാ? ഇത് കുറെ ഉണ്ട്, പക്ഷെ എത്രയേ ഇട്ടുള്ളൂ. ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഇതാ കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്റർ ആക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് കോളിഫ്ലവർ ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതാ മസാലയെല്ലാം പെരക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതൊരു അരമണിക്കൂറെല്ലാം വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടെ മസാലയിൽ അതിനകത്തേക്ക് പിടിക്കും. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ല. അതുകൊണ്ട് നമുക്ക് വേഗം തന്നെ കുക്ക് ചെയ്യാം. ഇതെല്ലാവരും ഉണ്ടാക്കുന്ന തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ ഉണ്ടാക്കുന്ന ആ ഒരു റെസിപ്പി നിങ്ങൾ കൊണ്ട് പറയുന്നതെന്ന് മാത്രം കേട്ടോ. ഇട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ഇതായി വരുമ്പോഴേക്ക് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഹൈ ഫ്ലെയിമിൽ ഇടേണ്ട, പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. അപ്പോൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമ്മൾ തിരിച്ചു മറിച്ച് ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്താൽ മതി. കോട്ടിംഗ് ഒന്നും കുറവൊന്നുമില്ലേ, അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അടിപൊളി. അപ്പോൾ നിച്ചുട്ടിക്കുള്ള ഫസ്റ്റ് സെറ്റ് റെഡിയായി. നിച്ചുട്ടിനെ കൂട്ടാൻ വേണ്ടിയിട്ട് ഏട്ടൻ പോയേ. ഇനി ബാക്കി സെറ്റും കൂടെ ആക്കി വെക്കാം. നിച്ചുട്ടി വന്നിട്ടുണ്ടേ, നമുക്കിതിലേ പോവാം. അമ്മ നിച്ചിനെ പറ്റിച്ച് ഒളിച്ചു നിന്ന്. എന്നാ മണക്കുന്ന്? തിന്ന മണക്കുന്നുണ്ടാ? ഇല്ലപ്പാ, അമ്മ ഒന്നും ആക്കിയിട്ടല്ല. എന്നാ മണക്കുന്ന് പറ, ആലോചിച്ച് പറ എന്തിന്റെ മണാന്ന് പറ. ഉണ്ണിയപ്പാ അല്ല, ആലോചിച്ച് നോക്ക്. കിട്ടുന്നുണ്ടാ? നമുക്ക് നോക്കാവാ. അമ്മമ്മയുടെ ഇരിക്കുന്നാന്ന് ഇച്ചിന്റെ ഫേവറേറ്റ് കുഞ്ഞനെലി. അമ്മേന്റെ കുഞ്ഞനെലി വന്നാ, അമ്മേന്റെ കുഞ്ഞനെലി വന്നാ. വാവാ വാവ വന്നോന്നാ? കളി വേണേ വാവേനെയാ? കളി വേണേ? വാവ നിച്ചു ചേച്ചി ഇല്ലാണ്ട് വരില്ല. നിച്ചു ചേച്ചി ഇല്ലാമ്പേ വാവ വരും. അതെ കുട്ടി, കുട്ടി ഇന്ന് ആരെ കൂടിയാ കൂട്ടുകൂടിയേ? ഇവ മൂന്നാളാ? അതെയാ? കളിച്ചിനാ കൊറേ? കൊറേ കളിച്ചിനാ? ടീച്ചർ ഉണ്ടായി? പോലീസിന്റെ കളി കളിയാ കളിച്ച്? ആരാ കള്ളനായിന്ന്? എല്ലാരും കള്ളന്മാറേനാ? നിങ്ങള് പോലീസാ? പോലീസാ? വാ, ഉടുപ്പെല്ലാം മാറ്റിട്ട് ശനിഹരിക കുട്ടിയാ? രാഗ്നിയും കള്ളനായ? ഓ, എല്ലാരും കൂടിയാന്നല്ലോ ഇന്ന് കളിച്ചല്ലേ അല്ലേ? കള്ളൻ നിച്ച് കള്ളൻ. ഇതാ കള്ളൻ കട്ടെടുക്കുന്ന നിച്ച് കള്ളൻ 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 കട്ടെടുത്ത്. ടേസ്റ്റ് ഉണ്ടാ? ഉപ്പ് എരിവ് എല്ലാം കറക്റ്റാ? യമ്മി യമ്മി. ഓക്കെ, ഇപ്പൊ തന്നെ തിന്നണം. തണിഞ്ഞു തിന്നാ പിന്നെ ടേസ്റ്റ് ഉണ്ടാവൂല. ഇപ്പൊ തന്നെ തിന്നണം. പണി കൊടുക്കട്ടെ? വേണ്ട വേണ്ട, ചായ വെക്കാൻ ഹെൽപ്പ് ചെയ്താൽ മതി. കയ്യിലൊന്നും പൊളിച്ചിട്ടല്ല. ആ പാലെടുത്തോ ഫ്രിഡ്ജ്. പൊന്നാ വേഗം യൂണിഫോം എല്ലാം മാറ്റിട്ട് വാ, ചായ കുടിക്കാട്ടാ. ഞാൻ ഒന്നും പറഞ്ഞു തരില്ല ഏട്ടാ. ഏട്ടാ ഒറ്റക്ക് ചായ വെക്കണം. ഇന്നാള് ഞാൻ ഡോക്ടറെ അടുത്ത്, പല്ലിന് ഡോക്ടറെ അടുത്ത് പോയിട്ട് ഞാനും അമ്മയും കൂടെ അച്ഛനും കൂടെ വരുമ്പോഴേക്കുണ്ട് അച്ഛനും മോളും കൂടെ ഒറ്റക്ക് ചായയെല്ലാം വെച്ച് കുടിക്കുന്നു. എനക്ക് വെച്ച് തന്നിട്ടില്ലല്ലോ, പണ്ട് കല്യാണം കഴിഞ്ഞപ്പോ. അവക്ക് ഇന്ന് ഒറ്റക്ക് വെക്ക്. മതിയോ? കാണുന്നുണ്ടോ?
മതിയാ? ഓക്കെ, സെറ്റല്ലേ? കളി വേണം. നീ കാണുന്നുണ്ടോ? നാളെ പോയാൽ നിനക്ക് കാണുവാ കളിപൂച്ചെ. നിച്ചുന്റെ വീഡിയോയിൽ കാണുന്നുണ്ടോ നോക്കാൻ വേണ്ടിട്ട് ആടെ പോയിട്ട് നോക്കുക. അപ്പൊ നിച്ചുന് ഇങ്ങോട്ട് വാ കളിപൂച്ചെ. ഞാൻ നിച്ചു അമ്മയായിട്ട് വന്നേ, മാക്സിയിൽ ഇട്ടിട്ട്. നിച്ചു അമ്മേ മറിച്ചേക്കല്ലേ? എന്റെ ഇതില് കോളിഫ്ലവറിലാക്കിയേക്കല്ല. താങ്ക് യു. എന്റെ ഭാവിയാണ് കറിവേപ്പില കഴുകി തന്നെ അമ്മക്ക്. എന്റെ മോളെ കൊണ്ട് പറ്റുന്ന സഹായം എന്റെ മോളും ചെയ്തു തരുന്നുണ്ട്. കറിവേപ്പിലെല്ലാം പറിച്ചിടുന്നുണ്ട്. നിച്ചിന് അമ്മേനെ സഹായിക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലേ? പണിയെല്ലാം പറഞ്ഞാൽ ഭയങ്കര താല്പര്യമാണ്. പക്ഷെ വലുതാകുമ്പോഴേക്ക് നിന്നോളും. പണ്ട് നമ്മളും ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചുട്ടി കേട്ടാ. പക്ഷെ എന്റെ മോള് വലുതായാലും അമ്മേനെ സഹായിക്കും അല്ലേ? അല്ലേ പൊന്നാ? കുഞ്ഞുമുഖം കാണിച്ചേ. അമ്മേന്റെ മോനെ അന്നേ ചായ ആക്കിനി. ചായ അമ്മേന്റെ മോന്റെ പൊന്നാ കൈ കൊള്ളല്ല. അടിയിൽ ഇതാ പൊന്നാ തണിഞ്ഞത്. കളറുണ്ട്, നല്ല കളർ വന്നില്ല. നല്ല കളറുണ്ട്. അത് കോട്ടിങ് നല്ലോണം പിടിച്ചിട്ട് മോളെ. ഞാൻ കോട്ടിങ് കുറവാന്നാ വിചാരിച്ച, പക്ഷെ കുഴപ്പമില്ല. ഓടല്ല നിച്ചുട്ടി, ഓടല്ല. വാവേ കൈ പിടിക്ക്. വണ്ടി വരുന്ന അച്ഛനും മോളും കൂടെ അമ്മമ്മേന്റെ ബ്ലൗസ് അടിച്ചത് മണിക്കാൻ പോകുന്നുണ്ടേ. മോളെ കൈ പിടിക്ക, അച്ഛന്റെ കൈ പിടിക്ക്. ഇങ്ങോട്ട് വരണ്ട, അമ്മ പോയി അങ്ങ് പോന്നുണ്ടെങ്കിൽ വെറുതെ നനച്ചും മണ്ണെല്ലാം ഒന്ന് ബലഭൂയിഷ്ടപ്പെടുത്തിടാൻ വേണ്ടിട്ട് വെള്ളടിക്കുന്നതാണ്. ചെടിയില്ല, പക്ഷെ നമുക്ക് മണ്ണെല്ലാം ഒന്ന് സെറ്റാക്കി ഇടാൻ വേണ്ടിയിട്ട്. പണ്ടേ എല്ലാരും പറയലുണ്ട് ഇവിടെ ഗാർഡൻ ആക്കിയാൽ നല്ല ഉണ്ടാവും. പക്ഷെ നമുക്ക് ആർക്കും ഗാർഡനിങ്ങിൽ വലിയ ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വെച്ചേ. ഇപ്പം തോന്നുന്ന ഒരു ഗാർഡൻ ആക്കിയാലോ. പണ്ടേ പ്രവീണ ആന്റി എല്ലാം പറഞ്ഞു നല്ല ഉണ്ടാവും കാണാൻ. ഒരു ഗാർഡൻ സെറ്റ് ആക്കിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട്. മരം മൂർച്ചതിന്റെ എഫക്റ്റ് ആയിട്ട് നല്ല വെയിലാന്നേ. ഈ സമയം ആവണം വെയിലൊന്നും പോണെങ്കിൽ. ഇപ്പൊ എത്ര സമയമായി? 5 മണി, 4:45, 5 മണി ആവാനായി. ഈ സമയം ആകുമ്പോൾ വെയിൽ കുറയും. പക്ഷെ ഇളം വെയിൽ വൈകുന്നേരത്തെ കിട്ടുന്നുണ്ട്, അതൊരു സമാധാനം. ഏട്ടനിവിടെ കൊത്തി കളക്കുന്നുണ്ടേ. ഇവിടെ ഇങ്ങനെ പാറ പോലെ ആയിന്, മണ്ണ് ഇങ്ങനെ വീണ് പാറ പോലെ ആയിന്. അപ്പൊ അതെല്ലാം ഒന്ന് കളച്ചിടാൻ വേണ്ടിട്ട് നോക്കുവാണ്. അത് നയിച്ചോ? അമ്മമ്മേന്റെ സാരിയാ? അവിടെ വെച്ചേ. അച്ഛനെ സഹായിക്കാൻ പോവാ? ഓക്കേ. അമ്മേന്റെ അന്ന് വാങ്ങിച്ച സാരി ബ്ലൗസ് അടിക്കാൻ കൊടുത്തിട്ട് കിട്ടിയതാണ്. വെള്ളെല്ലാം അടിക്കുന്നുണ്ടപ്പ ഒരാള് വെള്ളെല്ലാം അടിക്കുന്നുണ്ടപ്പ. എന്നാടാ എന്നാ സാധനം? തറയാക്കിയതാ? തുളസി തറയാക്കിയതാ? നിച്ചു അച്ചിയും കൂടെ ആക്കിയതാന്നല്ലേ ഇന്നലെ? കഷ്ടപ്പെട്ട് മണ്ണെല്ലാം എടുത്ത് ആക്കിയതാ. ഇതാ ഇന്നലെ അച്ഛൻ്റെയും മോളെയും വേണി ഒരു തുളസി എവിടുന്നോ പറിച്ചു കൊണ്ടുവന്ന് നട്ട് കൊറേ ദിവസമായി വെള്ളം ഒഴിച്ച് പുറത്തുനിന്ന് റോഡിന്ന് പറിച്ചതാ. അവിടെ തുളസി ഉണ്ടായിന് കൊറേ, ഒരു 2 ആഴ്ച മുന്നേ നട്ടതാ. നല്ലോണം തെഴുത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതാ ടൈൽസ് എല്ലാം വെച്ച് തറയാക്കിയിട്ടുണ്ട്. ഞാനും നിച്ചൂട്ടിയും കൂടെ ഒരു വാക്കെല്ലാം കഴിഞ്ഞിട്ട് വരുമ്പോ ഇതാ നല്ല ചൂട് ഉള്ളിവട കൊണ്ടുവന്നിട്ടുണ്ടേ. ആരാ കൊണ്ടുവന്നിച്ചു? സൈബൂമ, നമ്മുടെ ബാക്കിലത്തെ സൈബൂമ ഉണ്ടല്ലോ. ഇതിനിടക്ക് ഞാൻ പറഞ്ഞു സൈബൂമേന്റെ ഉള്ളിവടയും പരിപ്പുവടയും തന്നാൻ കൊതിയുണ്ട്. അടിപൊളി. സൈബൂമേന്റെ ഉള്ളിവട പരിപ്പുവട കൊണ്ട് തന്നെ അന്ന്. സൈബൂമേന്റെ ഉള്ളിവട നല്ല ടേസ്റ്റാണ്. നല്ലോണം മൊരിഞ്ഞ് ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റാണ്. അടിപൊളി മണം മൂക്ക് കയറാം. നോക്കും നല്ല ക്രിസ്പി ഉണ്ട്. യമ്മിയാ
കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് ഞാൻ പിന്നെ അകം അടിച്ചു വരാൻ വേണ്ടിയിട്ട് പോയേ. അപ്പോൾ കോലായത്ത് നമുക്ക് നല്ല മണ്ണാണ് കേട്ടോ. ഇപ്പം രാവിലെ ഒന്ന് തുടച്ചിട്ടാൽ തന്നെ വൈകുന്നേരം നമുക്ക് മണ്ണ് ഇങ്ങനെ ഫുള്ളായിട്ട് മൂടും, അത്രയും അവസ്ഥയിലാണെന്നുള്ളത്. അപ്പോൾ ഒന്ന് അടിച്ചു വാരി അകവും എല്ലാം ഒന്ന് സെറ്റാക്കി വെക്കാം. അപ്പോഴേക്ക് സൈബൂമ വന്നിട്ടുണ്ടായിരുന്നു ബാക്കിലത്തെ. അപ്പോൾ ഉള്ളിവട ഇഷ്ടമായിനോ ചോദിക്കാൻ വേണ്ടി ഞാനപ്പോൾ അതിൻ്റെ വിശേഷം പറയുമെന്ന്. നമ്മളാക്കിയാലൊന്നും അത്ര ടേസ്റ്റായിട്ട് കിട്ടില്ല. സൈബൂമൊക്കെ എന്തോ സ്പെഷ്യാലിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എങ്ങനെ ആക്കി തരുമെന്നാണ് എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് നിന്നിട്ട് വർത്താനം പറഞ്ഞു കുറച്ച് നേരം. പിന്നെ പെട്ടെന്ന് തന്നെ പോയിട്ട് കുളിച്ചിട്ട് വന്ന് വൈകുന്നേരം ആ ഒരു സമയം ഒരു 5:30 ആ ഒരു സമയം കഴിഞ്ഞാൽ പിന്നെ എനിക്കിപ്പോൾ കുളിക്കാണ്ടിരിക്കുമ്പം എന്തോ ഭയങ്കര ഒരു വിമിഷ്ടമാണ് കേട്ടോ. ആ വൈകുന്നേരം മുറ്റത്തെ കൂടെ നടന്നതും അതെല്ലാം കൂടെ ചൂടെല്ലാം ആയിട്ട് ഭയങ്കരമായിട്ട് ഒരു അസ്വസ്ഥതയാവും. അപ്പോൾ വേഗം പോയിട്ട് കുളിച്ചിട്ട് വന്നിട്ട് 6 മണി എല്ലാം കഴിയുമ്പോഴേക്ക് കുളിച്ചിട്ട് വരും കേട്ടോ എപ്പോഴും. എന്നിട്ട് ആ സമയമാകുമ്പോഴേക്ക് വിളക്കും കൂടെ വെക്കും. അതാണ് ഇപ്പോഴത്തെ ഈവനിങ്ങിൽ സാധാരണ നടക്കുന്ന റുട്ടീനിൽ എല്ലാ സമയവും ആ സമയമാകുമ്പോഴേക്ക് ഏകദേശം എല്ലാം സെറ്റായിക്കോളും. സാധാരണ അമ്മേൻ്റെ സൂക്കിടാന്ന് ഈ ഒരു വിളക്ക് വെച്ചിട്ടുള്ള ആ ഒരു സമയത്ത് മുറ്റത്തേക്കൂടി ഇങ്ങനെ നടക്കും. ഇപ്പം എനിക്കും അതൊരു റുട്ടീനായിട്ടുണ്ട്. വിളക്ക് വെച്ച് കുറച്ച് നേരം മുറ്റത്തേൽ ഇറങ്ങി നടക്കും. ഇത് നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാനിങ്ങനെ തെങ്ങ് കാണിച്ചിരുന്നത്. തെങ്ങ് ഇങ്ങനെ ആടിക്കൊണ്ട് നിൽക്കുന്നുണ്ടായിന്. നമ്മൾ ക്രിസ്മസിൽ സ്റ്റാറെല്ലാം തൂക്കിയിട്ടുണ്ട്. കുറേ ഡിസംബർ സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തൂക്കിയതാണ്. നിച്ചുട്ടിക്കെല്ലാം കാണാനൊരു രസമല്ലേ, അതിന് വേണ്ടിയിട്ട്. പഴയ സ്റ്റാർ ഉണ്ടായിരുന്നു, അത് നോക്കുമ്പോൾ വർക്ക് ആവുന്നുണ്ടായിട്ടാണ്. എന്നിട്ട് പിന്നെ ഏട്ടൻ പഞ്ചായത്ത് പോയി ഒരു പുതിയ സ്റ്റാറൊക്കെ മേടിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, സിമ്പിളായിട്ടുള്ളൊരു സ്റ്റാർ. അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് മുറ്റത്ത് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ്. നിച്ചുട്ടീൻ്റെയും അമ്മേൻ്റെയും കുളിയെല്ലാം കഴിഞ്ഞ് അല്ലേ ചോ? നിച്ചെന്നാണ് എടുക്കുന്നത്? സ്റ്റിച്ച് ചെയ്യുന്ന. ഓ ടവല് അടിക്കുമെന്ന് അങ്ങനെ അകത്താക്കുക. ഇത് മെഷീൻ്റെ ആ മറ്റേ സാധനം പോലെ ആക്കിയേ. എന്നിട്ട് താഴെ ഒരു വടി കൊണ്ടുവച്ചിട്ട് നോക്കി ചവിട്ടാൻ വേണ്ടിയിട്ട്. എന്താ ഐഡിയ? അമ്മ ഒരു ക്ലിപ്പ് കുത്തുന്നുണ്ട് തൽക്കാലം. എവിടെ വെച്ചാടിയാ? ഹോംവർക്ക് ചെയ്യണ്ടേ? പണി കഴിഞ്ഞിട്ടാ? എന്നാ 7:15 ഹോംവർക്ക് ചെയ്യാൻ വരണേ. ഓക്കെ. ക്രിസ്മസ് അപ്പൂപ്പൻ്റെ ഒച്ച മുട്ട് കേൾക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമോ അറിയില്ല. ഇത്രയേരം മുട്ടെന്ന് കേട്ടില്ല മോള്. ഇങ്ങോട്ടേക്ക് വരുമോന്ന് അറിയില്ല, നോക്കാം നമുക്ക്. ഇതെല്ലാം എന്നാ അടിക്കേണ്ട തുണികളാ? ഓളെ പാൻറ്റെല്ലാം അവിടെ എടുത്തു കൊണ്ടുവച്ചിട്ടുണ്ട്. ഒരാൾക്ക് ആവേശായിട്ടുണ്ടേ ക്രിസ്മസ് അപ്പൂപ്പ വരുന്നായിട്ട്. മെല്ലെ മെല്ലെ അവരെ മേത്ത് കയറല്ല നിച്ചിട്ട്. അമ്മ പൈസ മേടിച്ചിട്ടാ മോള് അപ്പുറത്തെ സൈബൂമാന്റെ വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇനിയിപ്പൊ നടന്ന് വരും. ഇപ്പൊ വരും. അപ്പം അമ്മമ്മ പഠിപ്പിച്ച പിള്ളമാരാന്ന് കേട്ടാ വരുന്നത്. അമ്മമ്മേന്റെ സ്കൂളിൽ പണ്ട് പഠിച്ചേ ഏട്ടന്മാരാന്ന് വരുന്നത്. പൈസ കൊടുക്ക്. പൈസ കൊടുക്കണിച്ചു ശരിക്കും കൊടുക്ക്. ഹാപ്പി ക്രിസ്മസ്. കഴിഞ്ഞ പ്രാവശ്യം എന്തല്ലോ വേഷം കെട്ടിയിട്ടെല്ലാം ഉണ്ടായിട്ടില്ലേ? മാവേലിന്റെ കൂടെ ഉണ്ടായത് അത്? അതെയാ. പോയി അപ്പൊ പോയി കള്ളി വേണേ. അവര് വരുമ്പോ പേടിച്ചിട്ട് കൈയൊന്നും കൊടുക്കുന്നില്ല. ഇങ്ങനെ പൈസ എങ്ങനെയാ കൊടുത്തേ? പേടിച്ചിട്ട് കടിക്കല്ല. ഇന്ന് നമുക്ക് രാത്രിക്ക് ചപ്പാത്തി കപ്പ ബാജിയാണ്. കപ്പ ബാജി നിങ്ങൾ ഉണ്ടാക്കില്ല, ഞാൻ കാണിച്ചേ. കാണിച്ചു കൊടുക്കാം. നമ്മൾ എന്റെ നാട്ടിലൊന്നും അങ്ങനെ കപ്പ ബാജി ആക്കില്ല കേട്ടോ. കപ്പ പുഴുക്കല്ലേ ആക്കല്ലോ. ഇവിടെ വന്നേ പിന്നെ ഞാൻ അമ്മേന്റെ അടുത്ത് കണ്ടിട്ടാണ് കപ്പ ബാജി സംഭവം പഠിച്ചത്. ഇതാ ഇതാണ് കപ്പ ബാജി. നമ്മൾ സാധാരണ പുഴുക്കുണ്ടാക്കുന്ന പോലെ വേവിച്ചിട്ട് ഉടച്ച് മണ്ടടുക്കി വെച്ചോട്ടെ ഇങ്ങനെ
കടുക് ഇതെല്ലാം പൊട്ടിച്ചിട്ട് അതിനകത്ത് ഇടുക. കപ്പ ബാജി നല്ല ടേസ്റ്റിയാണ്, ചപ്പാത്തിക്ക് നല്ല കോമ്പിനേഷനാണ്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഒരു ഈവനിങ് വ്ളോഗായിരുന്നു ചെയ്തിട്ടുണ്ടായേ. അപ്പോൾ ഫുഡെല്ലാം കഴിച്ചു. നിച്ചുട്ടി കുറച്ച് നേരം TV വെച്ച് കൊടുക്കുക. രാത്രി ഒരു ഒരു മണിക്കൂറിനുള്ളിൽ ഒരു അരമുക്കാൽ മണിക്കൂർ TV കാണുന്നുണ്ട് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ്. അങ്ങനെ അപ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു ഡേയിൽ ആ രാത്രി കുറച്ച് നേരം കാണുന്നതേ ഉള്ളൂ, പകലും വൈകുന്നേരം ഒന്നും TV കാണാനില്ല അങ്ങനെ. അപ്പോൾ അതൊരു ശീലമാണ് എപ്പോഴും. പിന്നെ ആ സമയം ഞാനും ഏട്ടനും മുറ്റത്ത് നടക്കും കുറച്ച് നേരം. ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ച് നേരം മുറ്റത്തേക്കൂടെ എല്ലാം നടക്കും. നിച്ചുട്ടിനെ സാധാരണ ഞാൻ വൈകുന്നേരം കുറച്ച് നേരം പഠിപ്പിക്കാൻ ഇരുത്തലുണ്ട്. പഠിപ്പിക്കാൻ ഇരുത്തൽ പറഞ്ഞാൽ നിച്ചുട്ടി പഠിച്ച കാര്യങ്ങളെല്ലാം നമ്മൾ വെറുതെ കളിച്ചിട്ട് ടീച്ചറും കുട്ടികളായിട്ട് കളിച്ചിട്ട് ഇങ്ങനെ റിവൈസ് ചെയ്യലുണ്ട്. പക്ഷെ ഇന്ന് നിന്നിട്ടില്ല. ഇന്ന് എനിക്ക് ചെറിയ എന്തോ ഒരു ക്ഷീണമുണ്ട്. അതുകൊണ്ട് പിന്നെ ഞാൻ നല്ല എനർജറ്റിക് ആയിട്ടുള്ള സമയത്ത് മാത്രമേ ഞാൻ അതിന് നിൽക്കുള്ളൂ. അതുകൊണ്ട് ഇന്ന് പിന്നെ അതൊന്നും ചെയ്തിട്ടില്ല. നാളെ നിച്ചുട്ടിക്ക് ക്രിസ്മസ് സെലിബ്രേഷനാണ് അംഗൻവാടിയിൽ. അപ്പം അതിൻ്റെ കുറച്ച് സാധനങ്ങളെല്ലാം എടുത്തു വെക്കാനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അടുത്ത ദിവസം നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ